Hello guys, welcome to AGPod again. This is me Mazen here. നമ്മൾ പുതിയൊരു സെഷനിലേക്ക് പോവാണ്. എന്താണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരുപാട് റിക്വസ്റ്റുകൾ വന്നൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഒരുപാട് പേർക്ക് ജോഗ്രഫി പഠിക്കുന്ന കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും അത്യാവശ്യമുള്ളത് എന്ന് തോന്നുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ പബ്ലിക് എക്സാം വരുന്നതിന് മുമ്പ് നമുക്ക് എന്തെഴുതാനുണ്ട്? കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. യെസ്, ഇന്ന് പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അടിച്ച് പൊളിക്കുന്ന സെഷനാണ്. സോ നമ്മൾ ഇന്ന് പല ക്വസ്റ്റ്യൻസ് പല ആൻസേഴ്സ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. ഒന്നും അറിയില്ലെങ്കിലും നോ പ്രോബ്ലം, ഞാൻ ഗ്യാരണ്ടി പറയാണ്. ഗ്യാരണ്ടി, എജുബോർഡിൻ്റെ ഗ്യാരണ്ടി മാസിൻ സാർ അങ്ങ് പറയുവാണ്. യെസ്, ജോഗ്രഫിയിൽ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് പേടി വേണ്ട. പ്രാക്ടിക്കലിനെ കുറിച്ച് ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. 100% നിങ്ങൾ ജയിക്കും, പാസ്സാവും. അത് A+ തന്നെ എവിടെ നിങ്ങൾ മേടിക്കും? പ്രാക്ടിക്കൽസിൽ മേടിക്കും. അത് ഷുവറാണ്. അതിന് വേണ്ടിയിട്ടുള്ളവയെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അവർ ചാനൽ. നോക്കൂ, വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കയറിയിരുന്നോ, കാരണം ജോഗ്രഫിക്ക് വേറെ ഒരു സ്പേസ് ഉണ്ടോ? ഇല്ല. വേറെ എവിടെ നിന്നും വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല. സോ കേരളത്തിൻ്റെ വൺ ആൻഡ് ഓൺലി ജോഗ്രഫി കമ്മ്യൂണിറ്റി അതിവിടെ എജുപോർട്ടിൽ നമ്മൾ മാസിൻ സാറും നമ്മളെ പിള്ളേരുമായിട്ട് നമ്മൾ എജുപോർട്ടിൽ അങ്ങ് തകർക്കുവാണ്. യെസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം അഗൈൻ. നമ്മൾ വീണ്ടും വീഡിയോയിലേക്ക് പോകുന്നു. എന്താണപ്പോൾ സംഭവിക്കുന്നത്? നമ്മൾ +2 പഠിക്കുന്ന ജോഗ്രഫിയുടെ പ്രാക്ടിക്കൽസ് എന്താണ്? +1 നമുക്കൊരു പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ബട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ടാവില്ല. മേ ബി ചില സ്കൂളിലൊക്കെ അത് +1 പഠിപ്പിച്ചിട്ടുണ്ടാവും, ബട്ട് മോസ്റ്റ് ഓഫ് ദി കേസസിലും അത് സംഭവിക്കാറില്ല. +2 നിന്ന് ഒന്നിച്ച് പഠിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് പഠിക്കുന്ന സിസ്റ്റം ആണെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ പുറകെ തന്നെ ആയിരിക്കും. റെക്കോർഡ് എഴുത്തിലായിരിക്കും, ടൂർ റിപ്പോർട്ടിലായിരിക്കും, പലതരത്തിലുള്ള പ്രാക്ടിക്കൽ വർക്ക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ചില സ്കൂളിലൊക്കെ കമ്പ്യൂട്ടറിലടക്കമുള്ള പ്രാക്ടിക്കൽ വർക്ക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. യെസ്, ഓഫ് കോഴ്സ്. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾക്ക് പരീക്ഷ ഫേസ് ചെയ്യാനുണ്ട്. പരീക്ഷ ഫേസ് ചെയ്യുമ്പോൾ 2 വർഷത്തെയും ചോദ്യങ്ങളിൽ നിന്നായിരിക്കും, പാഠഭാഗങ്ങളിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രാക്ടിക്കലിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ ചാപ്റ്റർ വൈസ്, ടോപ്പിക് വൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഒരു ടോപ്പിക് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് വീഡിയോസ് വരും, അതിലൊക്കെ ടോപ്പിക്സ് ഉണ്ടായിരിക്കും. സോ എല്ലാവരും കാത്തിരിക്കുക. വീഡിയോസ് വരുമ്പോൾ തന്നെ കാണുക, പെട്ടെന്ന് പഠിക്കുക. വി ഡോണ്ട് ഹാവ് മെനി മോർ ടൈം, അല്ലേ? നമുക്ക് കുറഞ്ഞ ടൈമേ ഉള്ളൂ. ആ കുറഞ്ഞ ടൈമിൽ നമുക്ക് പൊളിക്കണം. യെസ്, അപ്പം എന്താ ചെയ്യേണ്ടേ? ഒരു കാര്യം കുട്ടികളെല്ലാവരും മനസ്സിലാക്കുക, ഡിഫറെൻ്റ് ആയിരിക്കും പരീക്ഷയുടെ ചോദ്യങ്ങൾ. നോക്കൂ, നമ്മൾ പല സ്കൂളിലെ കുട്ടികളുണ്ട്, അല്ലേ? നമ്മൾ പല സ്കൂളിലെ കുട്ടികളായതുകൊണ്ട് തന്നെ ജോഗ്രഫിയുടെ പ്രാക്ടിക്കൽ എക്സാമിന് ഒരു മാനർ ഇല്ല. ഓക്കെ, എല്ലാ സ്കൂളുകളിലും ഒരേ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും എന്ന് വിചാരിക്കരുത്. ഇത് ഡിഫറെൻ്റ് ആയ ചോദ്യങ്ങളായിരിക്കും ഓരോരോ സെക്ടേഴ്സിലും ഓരോരോ സ്കൂളുകളിലും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ വർക്ക്സ് ആണോ, എന്തൊക്കെ പ്രാക്ടിക്കലിൻ്റെ ആക്ടിവിറ്റീസ് ആണോ, ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണോ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്, അത്തരം ചോദ്യങ്ങൾ മാത്രമായിരിക്കും, ആ തരം ക്വസ്റ്റ്യൻസിൽ നിന്ന് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ എക്സാം നടക്കുന്നത്. സോ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഞാനും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽസിൻ്റെ മുഴുവൻ ഭാഗമൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് ഭാഗങ്ങളുണ്ട് പ്രാക്ടിക്കൽസിന്. ബട്ട് കോമൺ ആയിട്ട്, പ്രധാനമായിട്ട്, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരുടെ സ്കൂളിലും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ പല സ്കൂളിലും ചെയ്ത പ്രൊജക്ഷൻസും ക്വസ്റ്റ്യൻസും മെത്തേഡ്സും ഒക്കെ വേറെ ആയിരിക്കും. ബട്ട് നിങ്ങളുടെ സ്കൂളിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, ആ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ വീഡിയോ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. അതിലൊരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾ പഠിച്ചോണം. അതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ചോദിക്കാം? നിങ്ങൾ എവിടെ ചോദിക്കാം? എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ചോദിച്ചാൽ മതി. ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ മതി.
യെസ്, ഹി അമേസിങ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു അടിവരയും കൂടെ കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങളെവിടെ ചോദിച്ചാൽ മതി. ഒരുപാട് മെസ്സേജസ് വരും. സ്വാഭാവികമായിട്ടും ജിയോഗ്രഫിയുടെ പരീക്ഷ സമയമാകുമ്പോൾ ഒരുപാട് മെസ്സേജസ് വരും. സോ എത്ര പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയില്ല, ബട്ട് പരമാവധി റീപ്ലൈ തന്നുകൊണ്ടിരിക്കാൻ ശ്രമിക്കും. കഴിഞ്ഞ പരീക്ഷയുടെ സമയത്തൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തുകൊണ്ട് ഒരുപാട് പേർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് പോവായിരുന്നു. ബട്ട് നമുക്ക് നോക്കാം, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ. യെസ്, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യുക, അത്യാവശ്യമുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഫോളോ ചെയ്തും കൂടെ വെക്കേണ്ട, അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ചാപ്റ്ററിലേക്ക് കയറാണ്. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് തന്നെയാണ് കയറാൻ പോകുന്നത്. അത് നിങ്ങളുടെയൊക്കെ പരീക്ഷ പേപ്പറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്കൂളിലൊക്കെ ഈ ഒരു പോർഷൻ പരീക്ഷ നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഭാഗം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഏതാണ് ആ ഭാഗം? ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് സ്റ്റാർട്ടിങ് നൗ. യെസ്, അപ്പോൾ എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു മാപ്സ്. മാപ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മൾ പഠിച്ചതല്ലേ. മാപ്സിനെ പറ്റി നമ്മൾ റെക്കോർഡിൽ നമ്മൾ എഴുതിയ ഫസ്റ്റ് ചാപ്റ്ററും ഏത് തന്നെയാണ്? ഇൻട്രൊഡക്ഷൻ ടു മാപ്സ് തന്നെയാണ്. അപ്പം എന്താണ് മാപ്പ് എന്ന് പറയുന്നത് എന്നുള്ളൊരു ഡെഫിനിഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കണം. എന്താണ് മാപ്പ് എന്ന് പറയുന്നത്? നമുക്കറിയാം, മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ? ഭൂപടമാണ് അല്ലേ? ഭൂപടമാണ്, ഭൂമിയുടെ പടം വരച്ചു വെച്ചിരിക്കും. ദാറ്റ്സ് മാപ്പ്. റെഡി? പിന്നെ വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മളത് പഠിക്കുന്നത് ഇംഗ്ലീഷിലും കൂടെ ആയിരിക്കും അല്ലേ? നിങ്ങളുടെയൊക്കെ സ്കൂളിലെ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും നിങ്ങൾ പ്രാക്ടിക്കൽസ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സ്കൂളുകളിലും. അത് ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം എന്താണ് ഈ ഒരു മാപ്സിലേക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ എന്താണ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. എന്താണ് മാപ്പ്? എ മാപ്പ് ഈസ് എ മാപ്പ് ഈസ് എ സിംപ്ലിഫൈഡ് ഡിപ്പിക്ഷൻ ഓഫ് whole part of the earth. നോക്കൂ, whole part of the earth on a piece of paper. നോക്കൂ, ഒരു കുഞ്ഞു പേപ്പറിലേക്ക് നമ്മളെ ഭൂമിനെ മുഴുവൻ പകർത്തി അങ്ങ് വരച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ ആ പിക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് മാപ്പ് എന്ന് പറയുന്നത് അല്ലേ? മാപ്പ് എന്ന് പറയുന്നത്. യെസ്, അപ്പം മാപ്പ് എന്താണെന്നുള്ള ചെറിയ ഡെഫിനേഷൻ നമുക്ക് കിട്ടി. ഇൻ അതർ വേർഡ്സ്, ഇറ്റ്സ് എ two-dimensional form of the three-dimensional earth. See, നമ്മളെ എർത്ത് നമ്മൾ ശരിക്കും കാണുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ 3D ഇമേജ് അല്ലേ? ഒരു 3D ഇമേജ് അല്ലേ നമ്മൾ കാണുന്ന പൊങ്ങിയിടും താഴ്ന്നിടും അല്ലേ? അങ്ങനെ തന്നെയല്ലേ കാണുന്നത്? യെസ്, അതൊരു 3D ഇമേജാണ്. ഒരു ആക്ച്വൽ എർത്ത് എന്ന് പറയുന്നത് അതൊരു 3-dimensional ഇമേജാണ് അല്ലേ? നമ്മൾ കാഴ്ച 3-dimensional വ്യൂ ആണ്. യെസ്, ഇതിനെ നമ്മളൊരു പേപ്പറിലേക്ക് എടുത്തിട്ട് വരയ്ക്കും. പേപ്പറിലേക്ക് എടുത്തിട്ട് ആ ഒരു ഭൂമിയെ നമ്മൾ എന്ത് ചെയ്യും? വരച്ചു വയ്ക്കും. ആ വരച്ചു വയ്ക്കുന്നത് ഏത് ഡയമെൻഷനിലായിരിക്കും? 2D ആയിട്ടായിരിക്കും. 2D ആയിട്ട് 2-dimensional വരച്ചു വെക്കുന്ന ആ ഒരു രീതി കൂടെയാണ് മാപ്പ് എന്ന് പറയുന്നത്. 3D ആയിട്ട് വരയ്ക്കുന്ന മാപ്പ് അല്ല ഉണ്ടാവുക. മാപ്പ് 3D കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയുടെ മാപ്പ് ഉണ്ടല്ലോ, 3D ആണോ? അത് 2D. ആ പേപ്പറിനകത്തേ അതുണ്ടാവും അല്ലേ? പുറത്തേക്ക് തള്ളി നിൽക്കുന്നൊന്നും ഉണ്ടാവില്ല. 3 ഡയമെൻഷൻ അതിനില്ല, അതിന് 2 ഡയമെൻഷനേ ഉള്ളൂ. അത് എന്താണോ വരച്ചു വെച്ചിരിക്കുന്നത്? 3 ഡയമെൻഷനിലുള്ള നമ്മുടെ റിയൽ എർത്തിനെയാണ് കൊണ്ടുപോയിട്ട് 2 ഡയമെൻഷനായിട്ട് വരച്ച് വെച്ചിരിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് മാപ്പ്. കിട്ടിയല്ലോ? മാപ്പ് എന്താന്ന് കിട്ടിയല്ലോ? പഠിച്ചേ മാപ്പ് എന്താ പഠിച്ചേ? ഇനി പോകുന്നു, വീണ്ടും പോകുന്നു. നോക്കൂ, പലതരത്തിലുള്ള മാപ്പുകളുണ്ട്. പലതരത്തിലുള്ള മാപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാപ്പ്, പാകിസ്ഥാൻ്റെ മാപ്പ്, കേരളത്തിൻ്റെ മാപ്പ്, അങ്ങനെയല്ല. മാപ്പുകളെ കൃത്യമായിട്ട് തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. പലതിൻ്റെ അടിസ്ഥാനത്തിലാണ് തരം തിരിച്ചത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരം തിരിച്ചത് എന്നൊന്ന് നോക്കാം. എന്നിട്ട് ഏതൊക്കെ തരം മാപ്പാണ് എന്നൊന്നും മനസ്സിലാക്കി വെക്കാം. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ടൈപ്സ് ഓഫ് മാപ്പ് ഏതൊക്കെയാണ്? അതിൽ ഇന്ന ടൈപ്പ് മാപ്പിൻ്റെ കാറ്റഗറി ഏതൊക്കെയാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ശ്രദ്ധിച്ചോ. എന്താണ് പഠിക്കാൻ പോകുന്നത്? ടൈപ്സ് ഓഫ് മാപ്പാണ്. നോക്കൂ, ഓൺ ദ ബേസിസ് ഓഫ് സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാപ്പിനെ തരംതിരിക്കാം എന്നാണ് പറയുന്നത്. എന്താണ് സ്കെയില് അല്ലേ? അങ്ങനെ ഡൗട്ട് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. എന്താണ് ഇപ്പോൾ ഈ സ്കെയില്? എന്തിനു ഡൗട്ട് വരാലോ? സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്കൂ,
നമ്മളൊരു പേപ്പർ പീസ് എടുത്ത് ആ പേപ്പർ പീസിലേക്ക് വരയ്ക്കുന്ന പരിപാടിയാണല്ലോ. ഞാനിതാ കാണിച്ചു തരാം. നോക്കൂ, ഇതാ ഇവിടെ ഒരു പേപ്പർ പീസ്. ഈ പേപ്പർ പീസ് ഞാൻ എടുത്തിട്ട് ഈ പേപ്പർ പീസിലേക്ക് എന്ത് ചെയ്യാണ്, ഈ മാപ്പ് വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു. ഒരു ഭൂമിയുടെ ഒരു പിക്ചർ വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഭൂമിയുടെ പിക്ചർ വരയ്ക്കുമ്പോൾ ഭൂമിയുടെ അത്രയും വലിപ്പമുള്ള പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഭൂമിൻ്റെ പിക്ചർ വരയ്ക്കാൻ വഴിയുള്ളൂ അല്ലേ. ഒരു 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 സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ പിക്ചർ വരക്കണം എന്ന് വിചാരിക്കുക അല്ലേ, മാപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. ഒരു ജില്ലയുടെ മാപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. ഒരു A4 പേപ്പറിൽ വരയ്ക്കാൻ കഴിയുമോ? നഹി, കഴിയൂല. എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ജില്ല എത്ര വലിപ്പമുണ്ടോ അത്രയും വലിയൊരു പേപ്പർ കൊണ്ടുവന്നിട്ട് അതിൽ വരച്ചെടുക്കണമായിരിക്കും അല്ലേ. റോഡ് 3 മീറ്റർ റോഡാണെങ്കിൽ 3 മീറ്റർ വലിപ്പമുള്ളൊരു വര അല്ലേ. 1 കിലോമീറ്റർ റോഡാണെങ്കിൽ 1 കിലോമീറ്റർ വരയ്ക്കാവുന്നൊരു വര. ഇങ്ങനെ വരയ്ക്കേണ്ടി വരൂലായിരുന്നോ? അത് പോസിബിൾ ആണോ? യെസ് ഓർ നോ? പോസിബിൾ അല്ല. അത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് പുതിയൊരു സംവിധാനം കണ്ടെത്തി. അതാണ് സ്കെയിൽ എന്ന് പറയുന്നത്. സ്കെയിൽ എന്ന് പറയുന്നത് മലയാളത്തിൽ ഇതിനെ തോത് എന്ന് പറയും. എന്താ പറയാ? തോത് എന്ന് പറയും. എന്തെന്നാ തോത്? എന്താണ് ഈ തോത്? തോത് എന്ന് പറയുന്നത് നമ്മൾക്ക് അതിനെ മറ്റൊരു അളവിലേക്ക്, അതിനേക്കാൾ ചെറിയൊരളവിലേക്ക് അതിനെ മാറ്റി സ്ഥാപിച്ചിട്ട് വരയ്ക്കാം എന്ന് പറയുന്നതാണ് സ്കെയിൽ അഥവാ തോത് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു റോഡ് 10 കിലോമീറ്റർ ഉണ്ട് എന്ന് വിചാരിക്കുക. 10 കിലോമീറ്ററുള്ള റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ റോഡ് നമ്മൾ മാപ്പിനകത്തേക്ക് വരയ്ക്കുകയാണ് എന്ന് വിചാരിക്കുക. 10 കിലോമീറ്റർ നമുക്കൊരു A4 പേപ്പറിനകത്ത് വരയ്ക്കാൻ തന്നെ കഴിയില്ല അല്ലേ. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ആ 10 കിലോമീറ്ററിനെ നമുക്ക് ആ പേപ്പറിൽ കൊള്ളാവുന്ന ഒരളവിലേക്ക് അതിനെ ചുരുക്കുക. എത്രയോ ആക്കാം. ഒരു കൃത്യമായ റേഷ്യോയിൽ അതിനെ ചുരുക്കുക, കൃത്യമായൊരു അനുപാതത്തിൽ അതിനെ ചുരുക്കുക. 10 കിലോമീറ്ററിനെ ചുരുക്കുന്നത് ഒരു എക്സാമ്പിളിന് എനിക്ക് ഈ പേപ്പറിൽ വരയ്ക്കാനൊരു എളുപ്പം. സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് ഈ സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ പേപ്പറല്ലേ എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ആ പേപ്പറിൽ സെൻറ്റിമീറ്റർ ഉപയോഗിക്കായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. കിലോമീറ്റർ നടക്കൂല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കാനെന്നുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ റോഡിനെ 10 കിലോമീറ്റർ എന്നുള്ളതിനെ നമുക്ക് ഓരോ കിലോമീറ്ററും വരയ്ക്കാൻ ഓരോ സെൻറ്റിമീറ്റർ ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ യഥാർത്ഥ റോഡിൻ്റെ 10 കിലോമീറ്റർ വരയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ 10 സെൻറ്റിമീറ്റർ അളന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ റോഡ് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ നമുക്കിത് കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തേ, യഥാർത്ഥ ഭൂമിയിലെ 10 കിലോമീറ്റർ ആയിരുന്ന ആ റോഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് രണ്ടാമത് എന്താക്കി മാറ്റി, 10 സെൻറ്റിമീറ്റർ ആക്കി മാറ്റി. ഇതിനാണ് നമ്മൾ സ്കെയില് അഥവാ തോത് എന്ന് പറയുന്നത്. ഇവിടെ എത്രയാ സ്കെയില്? 1 കിലോമീറ്ററിന് 1 സെൻറ്റിമീറ്റർ എന്നതാണ് ഇവിടുത്തെ സ്കെയില്. കണ്ടോ? ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ് സ്കെയിൽ അഥവാ തോത് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്കെയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാപ്പിനെ തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ് തരംതിരിക്കുക? ശ്രദ്ധിച്ചോ. ഓൺ ദ ബേസിസ് ഓഫ് സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ തരംതിരിക്കാം? മാപ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ലാർജ് സ്കെയിൽ ആൻഡ് സ്മോൾ സ്കെയിൽ. പഠിച്ചേ. ദിപ്പോ പഠിക്കും നമ്മൾ. കണ്ടല്ലോ സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. 1 ലാർജ് സ്കെയിൽ, വലിയ, ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടോ, വലിയ ലാർജ് സ്കെയിൽ. 2 സ്മോൾ സ്കെയിൽ, കുഞ്ഞിത്. എന്താണ് സ്മോളും ലാർജും? പറയാം. റെഡി പറയാം. ലാർജ് സ്കെയിൽ മാപ്സ് ആർ ഡ്രോൺ ടു ഷോ സ്മോൾ ഏരിയാസ്. കണ്ടല്ലോ, നേരെ ഓപ്പോസിറ്റ്. കണ്ടല്ലോ ലാർജ് സ്കെയിൽ മാപ്പുകൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ചെറിയ പ്രദേശങ്ങളെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടല്ലോ വരയ്ക്കുന്നത് ചെറിയ പ്രദേശങ്ങളെ ആയിരിക്കും. ഒരു ചെറിയ പ്രദേശം, ഒരു പഞ്ചായത്തിൻ്റെ മാപ്പ് വരയ്ക്കുക. ആ പഞ്ചായത്തിൻ്റെ മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ വരയ്ക്കുന്ന മാപ്പിനെ വിളിക്കുന്ന പേരാണ് ലാർജ് സ്കെയിൽ മാപ്പ്. ഒരു രാജ്യത്തിൻ്റെ മാപ്പ് വരയ്ക്കുന്ന ഒരു വലിയ പ്രദേശമല്ലേ, അതിൻ്റെ മാപ്പ് അപ്പം നമ്മൾ എന്താ വിളിക്കുക? അതിനെ വിളിക്കൽ സ്മോൾ സ്കെയിൽ മാപ്പ് എന്നായിരിക്കും. റിലേറ്റീവ്ലി ലാർജ് സ്കെയിൽ റിലേറ്റീവ്ലി ആയിരിക്കും. ഓക്കെ, സ്മോൾ സ്കെയിൽ മാപ്സ് ആർ ഡ്രോൺ ടു ഷോ ലാർജ് ഏരിയാസ്. കണ്ടോ, സ്മോൾ സ്കെയിൽ മാപ്സ് എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാ? വലിയ പ്രദേശങ്ങൾ കണ്ടു. പിന്നെ അതെങ്ങനെ ഈ പേര് വന്നത്? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ ആയിരിക്കും നിങ്ങൾ ഡൗട്ട് ആവുക. ഇതിപ്പോൾ ലാർജ് സ്കെയിൽ സ്മോൾ സ്കെയിൽ എന്തിനാ പറയുന്നത്? അത് വലിയ പ്രദേശത്തിന് വരയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ
ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞൂടെ അല്ലേ? ഇതെന്തിനാ സ്മോൾ സ്കെയിൽ എന്ന് പറയുന്നത്? സ്മോൾ സ്കെയിലല്ലേ അങ്ങനെ പറഞ്ഞത്? സ്മോൾ സ്കെയിലിനെയാണ് നമ്മൾ എന്ത് ചെറിയ തോത് ഭൂപടത്തെയാണ് സ്മോൾ സ്കെയിൽ ഭൂപടത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ലാർജ് ഏരിയാസ് വരക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് തിരിഞ്ഞതല്ല, എനിക്ക് തെറ്റിയതല്ല, ഇതിങ്ങനെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? നേരെ തിരിച്ചിട്ടാ പോരുന്നു, പറയാനത് കൂടെ എളുപ്പമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ ലാർജ് സ്കെയിൽ മാപ്പ് ഒരു ചെറിയ പ്രദേശമാണ് വരക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ചെറിയ പ്രദേശം വരക്കുന്നതുകൊണ്ട് തന്നെ ആ മാപ്പിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. എങ്ങനെ? ലാർജ് നമ്പർ ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഒരു ചെറിയ ഏരിയ വരയ്ക്കാനുള്ളൂ, ആ വെറുതെ വരച്ചാൽ പോരാ. അവിടുത്തെ കിണർ, തോട്, പിന്നെ പോസ്റ്റ് ഓഫീസ്, പിന്നെ പോലീസ് സ്റ്റേഷന്, വീടുകൾ, ആൾക്കാരുടെ പറമ്പുകൾ, എല്ലാവിധ സാധനവും അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരുപാട് വിവരങ്ങൾ അതിനകത്തുണ്ടാവും. ലാർജ് നമ്പർ ഓഫ് ഇൻഫർമേഷൻസ് അതിലുള്ളതുകൊണ്ടാണ് അതിനെ ലാർജ് സ്കെയിൽ എന്ന് വിളിച്ചത്. ഇനി വേറെ നോക്കിയാൽ നിങ്ങൾ ഇന്ത്യൻ്റെ മാപ്പാണ് എടുക്കുക. ഇന്ത്യൻ്റെ മാപ്പ് സ്മോൾ സ്കെയിൽ നിങ്ങൾക്ക് അറിയാലോ. വലിയൊരു പ്രദേശമാണ് ഇന്ത്യ, അതിൻ്റെ മാപ്പ് സ്മോൾ സ്കെയിലാണ് നമ്മളിവിടെ പറയുകയും ചെയ്തു. വലിയ പ്രദേശത്തെയാണെങ്കിൽ അത് സ്മോൾ സ്കെയിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ലാർജ് ഏരിയാസ് ആണെങ്കിൽ അത് സ്മോൾ സ്കെയിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? പഞ്ചായത്ത് കിണർ എവിടെയാണ്, പോസ്റ്റ് ഓഫീസ് എവിടെയാണ്, പോലീസ് സ്റ്റേഷൻ എവിടെയാണ്, അപ്പുറത്തോൻ്റെ പറമ്പ് എവിടെയാണ്, നമ്മളെ പറമ്പ് എവിടെയാണ് എന്ന് കാണാൻ നമുക്ക് ഇന്ത്യയുടെ മാപ്പിൽ കഴിയുമോ? കഴിയൂല. അപ്പോൾ അവിടെ നമുക്ക് ഇൻഫർമേഷൻസ് കുറവാണ്, വിവരങ്ങൾ കുറവാണ്. വിവരങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത് ലാർജ് സ്കെയിൽ. റെഡി? വിവരങ്ങൾ കുറവാണെങ്കിൽ അത് സ്മോൾ സ്കെയിൽ. ഇങ്ങനെയാണ് ആ പേര് വന്നത്. പഠിച്ചേ യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാർജ് സ്കെയിൽ ഒരു സ്മോൾ ഏരിയയെ കാണിക്കുന്നു എന്ന് പഠിച്ചു വെക്കുക. സ്മോൾ സ്കെയിൽ മാപ്പുകൾ ഒരു ലാർജ് ഏരിയയെ കാണിക്കുന്നു എന്നും പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കെയിലിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തരംതിരിവിലേക്ക് പോകാം. നോക്കൂ, ലാർജ് സ്കെയിൽ, സ്മോൾ സ്കെയിൽ എന്ന് പറഞ്ഞല്ലോ. നമുക്ക് ആദ്യം ലാർജ് സ്കെയിലിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ലാർജ് സ്കെയിൽ മാപ്സ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു ദ ഫോളോയിങ് ടൈപ്സ്. പല രൂപത്തിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഏതൊക്കെ രൂപത്തിലാണ്? കഡസ്ട്രൽ മാപ്പുകളായിട്ടും ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളായിട്ടും. ഇതൊക്കെ നോട്ട് എഴുതിയിട്ടുണ്ടാവും അല്ലേ? റെക്കോർഡിൽ എഴുതിയിട്ടുണ്ടാവും, പഠിച്ചു വെക്കാനാണ് പറയുന്നത്. ലാർജ് സ്കെയിൽ മാപ്പിനെ നമ്മൾ രണ്ടാക്കി തരംതിരിച്ചു. അതിലൊന്നാണ് കഡസ്ട്രൽ മാപ്പ്. എന്താണ് കഡസ്ട്രൽ മാപ്പായിട്ട് തരംതിരിച്ചു. രണ്ടാമത് ടോപ്പോഗ്രാഫിക്കൽ മാപ്പായിട്ടും തരംതിരിച്ചു. ഇതൊക്കെ ചെറിയൊരു പ്രദേശത്തിന് മാത്രം വരയ്ക്കുന്ന മാപ്പുകളായിരിക്കും. പക്ഷേ ആ പ്രദേശത്തുള്ള എല്ലാവിധ സംവിധാനങ്ങളുടെയും വിവരങ്ങൾ ഈ രണ്ടെണ്ണത്തിനകത്തും ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിച്ചു കണ്ടോ? കഡസ്ട്രൽ മാപ്പിൽ ദീസ് മാപ്സ് ആർ ഡ്രോൺ ഷോ ദ ഓണർഷിപ്പ് ഓഫ് ലാൻഡഡ് പ്രോപ്പർട്ടി. കണ്ടോ, ഒരു വസ്തു ആരുടെ ഉടമസ്ഥതയിലാണെന്ന് വരെ കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് വെക്കുന്ന രീതിയാണ് കഡസ്ട്രൽ മാപ്പുകൾ എന്ന് പറയുന്നത്. എന്നാൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ എന്ന് പറയുന്നത് ദീസ് മാപ്സ് ആർ ഓൾസോ പ്രിപ്പയർഡ് ഓൺ എ ഫെയർലി ലാർജ് സ്കെയിൽ. ഇത് ലാർജ് സ്കെയിൽ മാപ്പാണ്. ട്രോപ്പിക്കൽ മാപ്സ് ആർ ബേസ്ഡ് ഓൺ ദ precise surveys നോക്കൂ ആൻഡ് പ്രിപ്പയർഡ് ഫോർ ദ സീരീസ് ഓഫ് മാപ്സ് മെയ്ഡ് ദ നാഷണൽ മാപ്പിംഗ് ഏജൻസീസ് ഓഫ് ദ ആൾമോസ്റ്റ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. ഓക്കെ, യെസ്. ഒരു രാജ്യത്തെ മാപ്പിങ്ങിന് വേണ്ടിയിട്ട് നിയോഗിച്ച ഒരു ടീം ഉണ്ടാവും, നാഷണൽ മാപ്പിംഗ് സർവേ അതോറിറ്റി എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ അത് സർവേ ഓഫ് ഇന്ത്യ ആണ്. ഇവരൊക്കെയാണ് എന്ത് തയ്യാറാക്കുക? ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് തയ്യാറാക്കുന്നത്. കഡസ്ട്രൽ മാപ്പ് തയ്യാറാക്കുന്നത് പ്രിപ്പയർഡ് ബൈ ഗവൺമെൻറ് ഏജൻസീസ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസ് തന്നെയാണ് എന്നും തയ്യാറാക്കുന്നത്, നമ്മുടെ കഡസ്ട്രൽ മാപ്പുകളും തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാപ്പ് ചെറിയ പ്രദേശങ്ങളുടെ ഭൂമിയുടെ അതിരുകളടക്കം ക്ലിയർ ചെയ്തിട്ട് ആരുടെ പറമ്പായെന്നുവരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്ന ആ ഒരു തരത്തിലുള്ള മാപ്പുകളാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കഡസ്ട്രൽ മാപ്പും ടോപ്പോഗ്രാഫിക്കൽ മാപ്പും എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുന്നതോടുകൂടെ ആ ഡൗട്ട് അങ്ങ് തീരണം. കണ്ടല്ലോ, ഇത് കാണുന്നതോടുകൂടെ ആ ഡൗട്ട് മക്കൾക്ക് അങ്ങ് തീർന്നേക്കണം. കണ്ടോ സി, ഇത് ഒരു ലാർജ് സ്കെയിൽ മാപ്പാണ്. ഓക്കെ, ഫസ്റ്റ് സൈഡിലുള്ളത്. ഇതൊരു സ്മോൾ സ്കെയിൽ മാപ്പുമാണ്. നിങ്ങൾ കാണണ്ടല്ലോ, ഇത് ഒരു ചെറിയ പ്രദേശത്തിൻ്റെ മാപ്പാണ്. ഇവിടെ നിങ്ങൾ കണ്ടോ, ഓരോ പ്ലോട്ടുകളും കൃത്യമായിട്ട് മാർക്ക് ചെയ്ത്
മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ നോക്കൂ, ഇവിടെ ഓരോ തരം പ്ലോട്ടുകളെയും കൃത്യമായിട്ട് മാർക്ക് ചെയ്തൊക്കെ വെച്ച ഒരു മാപ്പാണ്. ഇവിടുത്തെ കുളം, അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്, കൃഷിഭൂമി, ഇങ്ങനെ എല്ലാ ചെറിയ സംഗതികളും ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഓരോന്നും മാർക്ക് ചെയ്ത് കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഇൻഫർമേഷൻസ് കൂടുതലാണ്. ഇതൊരു ചെറിയ പ്രദേശം, ആ ഒരു ചെറിയ ഭാഗത്തുള്ള എല്ലാം ഇതിൽ കാണിക്കുകയും ചെയ്യും. എന്നാൽ സ്മോൾ സ്കെയിലിലേക്ക് വരുമ്പോൾ നോക്കൂ, എത്ര പ്രദേശങ്ങളാണ് അവിടെ കാണുന്നത്. നോക്കൂ, എത്ര സ്ഥലങ്ങൾ, വലിയ പ്രദേശങ്ങളാണ് അവിടെ കാണുന്നത് അല്ലേ. ഒരുപാട് സ്ഥലങ്ങളുടെ മാപ്പ് ഒരൊറ്റ മാപ്പിനകത്ത് അങ്ങ് കൊടുത്തേക്കുക. ഇതിലൊരാളുടെ പേര് കാണാനില്ല, വീട് കാണാനില്ല, അയാളുടെ പറമ്പ് കാണാനില്ല, അവിടുത്തെ കിണറുകൾ കാണാനില്ല, അവിടുത്തെ എന്തെങ്കിലും പോസ്റ്റ് ഓഫീസ്, ആശുപത്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കാണാനില്ല. ഇവിടെ ആകെ കാണുന്നത് കുറേ സ്ഥലങ്ങളുടെ പേരും അതിൻ്റെ ബൗണ്ടറീസും അല്ലേ, അത്ര മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അപ്പോൾ അത് ഒരു മാറ്ററാണ്. ആ മാറ്ററാണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത്. പഠിച്ചല്ലോ, സ്മോൾ സ്കെയിൽ മാപ്സും ലാർജ് സ്കെയിൽ മാപ്സും എക്സാമ്പിൾ സഹിതം പഠിച്ചു വെക്കാം. കിട്ടിയല്ലോ സെറ്റാണ് യെസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് എന്താണ് നമ്മുടെ സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയും. നമ്മൾ ലാർജ് സ്കെയിൽ അല്ലേ പറഞ്ഞുള്ളൂ, ഇനി സ്മോൾ സ്കെയിലും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. സ്മോൾ സ്കെയിൽ മാപ്പിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, വാൾ മാപ്സ് ആയിട്ടും അറ്റ്ലസ് മാപ്സ് ആയിട്ടും. വാൾ മാപ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടാവില്ലേ, ചുമരിൽ തൂക്കിയിട്ടുണ്ടാവില്ലേ അല്ലേ. ആ ചുമരിൽ തൂക്കിയിട്ട് ആ മാപ്പിന് പറയുന്ന പേരാണ് വാൾ മാപ്പ്, ചുമരുമ്പ് തൂക്കുന്ന മാപ്പ് അല്ലേ. രണ്ടാമതൊരു മാപ്പ് ഉണ്ട്, അറ്റ്ലസ് മാപ്പ്. കണ്ടിട്ടില്ല? അറ്റ്ലസ് മാപ്പ് എന്താ, ഒരു പുസ്തകമായിരിക്കും അല്ലേ. ഒരു പുസ്തകം, അറ്റ്ലസ് എന്ന് പറഞ്ഞ പുസ്തകം കണ്ടിട്ടില്ലേ, അത് തന്നെ ആ അറ്റ്ലസ് മാപ്പ് എന്ന് പറയുന്ന മാപ്പുകളുടെ പുസ്തകമായിരിക്കും. ഒരുപാട് മാപ്പ്, കേരളത്തിൻ്റെ മാപ്പ്, ഇന്ത്യൻ്റെ മാപ്പ്, ലോകത്തിൻ്റെ മാപ്പ്, എല്ലാത്തിൻ്റെ മാപ്പ് ഉണ്ടാവും അല്ലേ. ഓരോ ഭൂഖണ്ഡങ്ങളുടെ മാപ്പ് ഓരോന്നും ഉണ്ടാവും. അതാണ് അറ്റ്ലസ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്ലസ് മാപ്പ് എന്ന് പറയുന്നത് ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്ന വാൾ മാപ്സ് എന്ന് പറഞ്ഞാൽ ചുമരുമ തൂക്കുന്ന മാപ്പുകളായിരിക്കും എന്നും ഓർത്ത് വെക്കുക. ഓക്കെ, ആ ചുമരുമ തൂക്കിയിട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ക്ലാസ്സിലൊക്കെ കൊണ്ടു തൂക്കി ഇതാണ് ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് വാൾ മാപ്സ് എന്ന് പറയുന്നത്. അറ്റ്ലസ് മാപ്സിൻ്റെയൊക്കെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ യൂസ് എന്ന് പറയുന്നത് ഇതിനുള്ളത് തന്നെയാണ് ഈ മാപ്പ് കേട്ടോ. ഇങ്ങനെ പഠിക്കാനുള്ളത്, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഭൂമിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനുള്ള സാധനം തന്നെയാണ് ഈ മാപ്പ്. അല്ലാതെ വേറെ എന്തോ വലിയ സ്പെഷ്യൽ ഫംഗ്ഷൻ ഒന്നുമല്ല, ഇതിനുള്ള സാധനം തന്നെയാണ് ഈ മാപ്പ്. പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് മാപ്പ് എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻ്റെ ബേസിൽ അത് നിർവഹിക്കുന്ന മാപ്പുകൾ നിർവഹിക്കുന്ന ധർമ്മങ്ങളുടെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ധർമ്മങ്ങളുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കൂ, പ്രധാനമായിട്ട് രണ്ട് രൂപത്തിൽ. ധർമ്മങ്ങൾ എന്ന് വെച്ചാൽ അവ എന്ത് പണിയാണ്, എന്താണ് അവ കാണിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. രണ്ട് രൂപത്തിൽ, ഫിസിക്കൽ മാപ്പും ഉണ്ട്, അതേപോലെ തന്നെ കൾച്ചറൽ മാപ്പും ഉണ്ട്. എന്താണ്, ഫിസിക്കൽ മാപ്പും ഉണ്ട്, കൾച്ചറൽ മാപ്പും ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ മാപ്പിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിലീഫ് മാപ്പ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ജിയോളജിക്കൽ മാപ്പ് എക്സാമ്പിളാണ്, ക്ലൈമാറ്റിക് മാപ്പ് എക്സാമ്പിളാണ്, സോയിൽ മാപ്പ് എന്താണ്, രാജ്യത്തെ മണ്ണുകൾ അല്ലേ, ഭൂപടങ്ങൾ വരക്കും, എന്നിട്ട് ഇവിടെയുള്ള മണ്ണ് ഏതാണ്, അങ്ങനെ വേറെ ഒരു ഷെയ്ഡ് കൊടുക്കും, ഇവിടെയുള്ള മണ്ണ് ഏതാണ്, വേറെ ഷെയ്ഡ് കൊടുക്കും, ഇവിടെയുള്ള മണ്ണ് വേറെയാണ്, ഷെയ്ഡ് കൊടുക്കും. അങ്ങനെ മണ്ണുകളെ തരം തിരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന മാപ്പുകൾ. അങ്ങനെ ഓരോരോ പ്രത്യേകതകളുള്ള ഫിസിക്കൽ, ഭൂമിയുടെ ഫിസിക്കൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന മാപ്പുകളെയാണ് നമ്മൾ ഫിസിക്കൽ മാപ്പുകൾ എന്ന് പറയുന്നത്. നദി ഒഴുകുന്ന മാപ്പാണ്, റിലീഫ് മാപ്പിൻ്റെ കൂട്ടത്തിൽ അത് വരും. ഓക്കെ, അങ്ങനെയുള്ള മാപ്പുകളാണ് എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ മാപ്പുകൾ എന്ന് പറയുന്നത്. ഇനി കൾച്ചറൽ മാപ്പുകളുണ്ട്. ഇതാണ് നമ്മൾ കൂടുതലും ഉപയോഗിച്ചിട്ടുണ്ടാവുകയും കണ്ടിട്ടുണ്ടാവുകയും ചെയ്യുന്നത്. കൾച്ചറൽ മാപ്പിൽ അതിലൊന്നാണ് പൊളിറ്റിക്കൽ മാപ്പ്. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി വെച്ച മാപ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതല്ല, പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, രാജ്യത്തിൻ്റെ അതിർത്തികളെ കാണിക്കുന്ന മാപ്പ് അല്ലേ. സംസ്ഥാനങ്ങളുടെ അതിർത്തി അല്ലേ, രാജ്യത്തിൻ്റെ അതിർത്തി, തൊട്ടയൽ രാജ്യങ്ങളുടെ അതിർത്തി, ഇതെല്ലാം മാർക്ക് ചെയ്ത് കൃത്യമായിട്ട് വെച്ചിട്ടുള്ള മാപ്പുകളാണ് അല്ലേ. ഭൂമിയിൽ അങ്ങനെ ഒരു മാർക്കിംഗ് ഉണ്ടോ? ഇല്ല. യഥാർത്ഥ ഭൂമിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല, അത് മാപ്പിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തതാണ്. അങ്ങനെയുള്ള മാപ്പുകളെയാണ് നമ്മൾ പൊളിറ്റിക്കൽ മാപ്പുകൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് പോപ്പുലേഷൻ മാപ്പുകളാണ്, ജനസംഖ്യ എവിടെയാണ് കൂടുതൽ കുറവെന്നൊക്കെ കാണിക്കുന്ന മാപ്പുകൾ. ദെൻ എക്കണോമിക് മാപ്പുകൾ, സാമ്പത്തികപരമായുള്ള കാര്യങ്ങൾ കാണിക്കുന്ന. ട്രാൻസ്പോർട്ടേഷൻ മാപ്സ്, എവിടേക്കാണ് വിമാനത്താവളങ്ങളുള്ളത്, എവിടേക്കാണ് റെയിൽവേ സ്റ്റേഷനുകളുള്ളത്, ഏതിലൂടെയൊക്കെയാണ് റെയിൽവേ ലൈനുകൾ കടന്നു പോകുന്നത്, ഏതിലൂടെയാണ് മെയിൻ നാഷണൽ ഹൈവേകൾ കടന്നു പോകുന്നത്, ആ റൂട്ടുകളൊക്കെ കാണിച്ചുകൊണ്ടുള്ള മാപ്പുകളാണ് ട്രാൻസ്പോർട്ടേഷൻ മാപ്പുകൾ. ഇതൊക്കെ മനുഷ്യൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഇത്
പറയുന്ന പേര് കൾച്ചറൽ മാപ്പുകൾ. പഠിച്ചു വെക്കുക, കൾച്ചറൽ മാപ്പുകൾ, സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് നമ്മൾ അതിനെ വിളിക്കും. കൾച്ചറൽ മാപ്പുകൾ എന്ന് നമ്മൾ വിളിക്കും. എന്താണ് മാപ്പിൻ്റെ ഉപയോഗം? അവസാനത്തെ ടോപ്പിക്ക്, ഈ ചാപ്റ്ററിൽ നിന്നുള്ള അവസാനത്തെ ടോപ്പിക്ക്. മാപ്പിന് വല്ല ഉപയോഗവും ഉണ്ടോ? ഉണ്ട്. 3 ഉപയോഗം. പഠിക്കുക. 3 ഉപയോഗം മാപ്പിനുണ്ട്. 3 ഉപയോഗങ്ങളുണ്ട്. ഒന്ന് എന്താണ്? ദൂരം അളക്കാൻ ഉപയോഗിക്കാം, ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം. രണ്ടാമത് ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട്, ഏത് ദിശയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ ഒരു ഉപയോഗമാണ്. മൂന്നാമത് അതിൻ്റെ ഏരിയ, എത്ര പ്രദേശങ്ങളുണ്ട്, എത്ര ഭാഗമുണ്ട് എന്നൊക്കെ നമുക്കറിയാൻ വേണ്ടിയിട്ട്, ഇത്ര പറമ്പ്, ഇത്ര പ്ലോട്ട് പറമ്പ്, ഈ ഒരു പറമ്പാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് മാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണിച്ചു കൊടുക്കാൻ പറ്റും. അതൊക്കെ അതിൻ്റെ ഒരു യൂസാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻസ് എന്ന് പറയുന്നത്, നോക്കൂ, ഡയറക്ഷൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. എന്താണ് ഡയറക്ഷൻ? നോക്കൂ, നിങ്ങൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ മാപ്പുകളിൽ കണ്ടിട്ടുണ്ടാകും. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ആരോ മാർക്കായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്, അല്ലേ? ഇങ്ങനെ ഒരു ആരോ മാർക്കായിട്ട് ഇവിടെ നോർത്ത് എഴുതിയിട്ടുണ്ടോ? ചിലപ്പോൾ ജസ്റ്റ് ഒരു ആരോ മാർക്കായിട്ട് നോർത്ത് എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നോർത്ത് ഒന്നുമല്ല, ഒരു ആരോ മാർക്ക് മാത്രമായിട്ട് കാണുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ കാണില്ല, ഇങ്ങനെ ഒരു പ്ലസ് ഇട്ടിട്ട് ഒരു നോർത്ത് എഴുതുന്നത് കണ്ടിട്ടുണ്ടാവും, അല്ലേ? പ്ലസ് ഇട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ആരോ മാർക്കൊക്കെ അതിൻ്റെ മൂലക്കലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, അല്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനാണ് നമ്മൾ ഡയറക്ഷൻസ് എന്ന് പറയുക, ദിശകൾ എന്ന് പറയുക. ദിശകൾ പ്രധാനമായിട്ടും എത്ര ഉണ്ടെന്ന് അറിയോ? പ്രധാനപ്പെട്ട ദിശകൾ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. അതിലൊന്ന് ഈ നോർത്താണ്, രണ്ടാമത്തത് ഈ സൗത്താണ്, ഒന്ന് ഈസ്റ്റ് ഉണ്ട്, ദെൻ വെസ്റ്റ് ഉണ്ട്. ഇതാണ് 4 പ്രധാനപ്പെട്ട ദിശകൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ നടുക്ക് നമുക്ക് വീണ്ടും ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. കണ്ടല്ലോ അങ്ങനെ ഡിവൈഡ് വെച്ചുണ്ടോ? ഇതും ദിശകൾ തന്നെയാണ്. ഇതിൻ്റെ പേര് പറയുക, ആദ്യത്തെ പ്രാധാന്യം നോർത്തിനും സൗത്തിനും കൊടുക്കണം. ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ പ്രാധാന്യം നോർത്തിന്, പിന്നത്തെ പ്രാധാന്യം സൗത്തിന്. മൂന്നാമത്തെ പ്രാധാന്യം വെസ്റ്റിനും ഈസ്റ്റിനും കൂടെ കൊടുക്കേണ്ടത്. അതിൽ ആദ്യത്തെ പ്രാധാന്യം വെസ്റ്റിന്, പിന്നത്തെ പ്രാധാന്യം ഈസ്റ്റിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നോക്കുകയാണെങ്കിൽ ഈ നോർത്തിൻ്റെയും ഈ ഈസ്റ്റിൻ്റെയും ഇടയിലുള്ളതാണ് ഈ ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ചെന്നുമുട്ടുന്ന ഈ ഒരു ഭാഗത്തെ നമുക്ക് ഏത് ദിശയുടെ പേരിൽ പറയാം? ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു, അത് നോർത്തിനാവണം. നോർത്തും സൗത്തും ഉണ്ടെങ്കിൽ അത് നോർത്തിനാവണം. ദെൻ അതിനുശേഷം ഇത് ഏതിൻ്റെ ഇടയിലാണ് വരുന്നത്? ഈ ഈസ്റ്റിൻ്റെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായതുകൊണ്ട് ആദ്യം നോർത്ത് എഴുതുന്നു, ദെൻ പിന്നീട് ഈ ഈസ്റ്റും എഴുതുന്നു. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ് ഇത്. കണ്ടല്ലോ, ഇതാണ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. പഠിച്ചു വെക്കുക. നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് മാപ്പിൻ്റെ ലേ ഔട്ട് വരയ്ക്കാനുണ്ട്, അല്ലേ? ആ ലേ ഔട്ട് വരയ്ക്കുന്ന സമയത്ത് പിന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് മാറിയിട്ട് ഒരു റിവർ അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദിശ ഏതെന്ന് അറിഞ്ഞാലേ നമുക്കത് അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ. സോ ഇത് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? യെസ്, ഇത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയും. നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിലായതുകൊണ്ട് ഈസ്റ്റ് നോർത്ത് എന്നല്ല എഴുതേണ്ടത്. കണ്ടല്ലോ, ശ്രദ്ധിച്ചല്ലോ, ഈസ്റ്റ് നോർത്ത് എന്നല്ല എഴുതേണ്ടത് നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റ്, അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് നോർത്തിനാണ് പ്രാധാന്യം, അത് കഴിഞ്ഞിട്ടാണ് ഈസ്റ്റിന് പ്രാധാന്യമുള്ളൂ. അപ്പോൾ നോർത്ത് ഈസ്റ്റ് എന്ന് എഴുതുന്നു. ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണം, ഒരു ആരോ മാർക്ക് ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്, അല്ലേ? ഇതിൻ്റെ നേരെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരെണ്ണം വന്ന് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരപ്പം എന്തായിരിക്കും നമ്മൾ അടയാളപ്പെടുത്തുക? ഈസ്റ്റ് ഉണ്ട്, സൗത്ത് ഉണ്ട്. ഇതിന് രണ്ടിൻ്റെയും ഇടയിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ എന്ത് പേരിലാണ് അടയാളപ്പെടുത്തേണ്ടത്? ഈസ്റ്റ് സൗത്ത് ആണോ അടയാളപ്പെടുത്തേണ്ടത്? ES എന്നാണോ എഴുതേണ്ടത്? അല്ല. അവിടെ ആർക്കാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്? ആദ്യം വെക്കേണ്ടത് ആരെയാണ്? അത് സൗത്തിനെയാണ്. കാരണം നോർത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രയോറിറ്റി എസ്സിനല്ലേ. അപ്പോൾ സൗത്തിനെ ആദ്യം കൊടുക്കേണ്ടത്, എന്നിട്ട് ഈസ്റ്റ് എഴുതുക. അപ്പോൾ സൗത്ത് ഈസ്റ്റ് എന്നായിട്ട് മാറി. ഇനി നിങ്ങൾ പറയും, നോക്കൂ, ഇത് മനസ്സിൽ പറഞ്ഞോണേ, അവിടെ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് പറഞ്ഞോണേ, വായ കൊണ്ട് പറഞ്ഞു നോക്കിക്കോണേ. ഇതാണ് ലൈൻ എന്നുണ്ടെങ്കിൽ, അത് ഇവിടെ ഒരു പോയിന്റിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൻ്റെ പേരെന്തായിരിക്കും? ഇത് 2 പോയിന്റുകളുടെ ഇടയിലാണ് നിൽക്കുന്നത്. ഏത് 2 പോയിന്റുകളാണ് എന്ന് നോക്കുക. 2 ഡയറക്ഷനുകളുടെ ഇടയിലാണ്. ആ ഡയറക്ഷൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഇതിന് എന്ത് പേര് കൊടുക്കാം? വെസ്റ്റ് സൗത്ത് എന്ന് കൊടുക്കണോ? ഇല്ലാതാ, നിങ്ങൾ മനസ്സിൽ പറഞ്ഞു. എന്താണ്? ആദ്യം ഇതിനാണ് പ്രയോറിറ്റി നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ S എന്ന് എഴുതുന്നു, ദെൻ വെസ്റ്റ് എന്ന് എഴുതുന്നു. സൗത്ത് വെസ്റ്റ് എന്ന ഡയറക്ഷനായിട്ട് അത് മാറുന്നു, അല്ലേ? നോക്കൂ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ആദ്യത്തെ പ്രയോറിറ്റി N കൊടുക്കുന്നു, പിന്നെ W. അപ്പോൾ NW. അപ്പോൾ എന്തായി? നോർത്ത് വെസ്റ്റ് ആയിട്ട് അത് മാറി. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 8 ഡയറക്ഷൻസ് ഇപ്പോൾ കണ്ടുപിടിച്ചു. ഇനിയും ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചേ, ഇനിയും ഡയറക്ഷൻ കണ്ടുപിടിക്കാം. നോക്കിക്കേ, ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് നമുക്കൊരു വര വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു വര വരയ്ക്കാൻ പറ്റും, അല്ലേ? അത് ഞാൻ വേറെ കളറിൽ കാണിക്കാം. അപ്പം എന്തായി? പെട്ടെന്ന് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ വേറെ കളറിൽ അതങ്ങ് കാണിച്ചാൽ ആ പ്രശ്നം അങ്ങ് തീർന്നു കിട്ടുമല്ലോ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ടൊരു വര വരയ്ക്കാം. കണ്ടല്ലോ. ഇനി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വര വരയ്ക്കാം.
കണ്ടല്ലോ, ഇതാ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരെ വരയ്ക്കാം. കണ്ടോ, ഇങ്ങനെയൊക്കെ ഇതിനെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറുകെ മുറിക്കാൻ പറ്റും. കണ്ടല്ലോ ഇത്രയായിട്ട് ഇതിന് വീണ്ടും കുറുകെ മുറിക്കാൻ പറ്റും. ഇങ്ങനെ മുറിച്ചൊരു സാധനത്തിനെ നമുക്ക് ഇനിയും അടയാളപ്പെടുത്തിക്കൂടെ? ഇതാ ഈ നോർത്തിൻ്റെയും നോർത്ത് ഈസ്റ്റിൻ്റെയും ഇടയിൽ വന്ന് നിൽക്കുന്നതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഇവിടെ ആർക്കാ പ്രയോറിറ്റി കൊടുക്കേണ്ടി? ഈ നോർത്ത് ഈസ്റ്റിനാണോ നോർത്തിനാണോ? ഒറ്റ പേര്, അതായിരിക്കാ നോർത്തിന് അല്ലേ. ദെൻ അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് അപ്പോൾ NNE നോർത്ത് ഈസ്റ്റ് എന്ന പേര് വന്നു അല്ലേ. നോർത്ത് ഈസ്റ്റ് എന്ന പേര് വന്നു. ഇങ്ങനെയൊക്കെ പേരുണ്ടോ എന്ന് ആലോചിക്കണ്ട, ഇങ്ങനെയൊക്കെ പേരുണ്ട്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യെസ്, നോർത്ത് ഈസ്റ്റ് എന്ന പേര് വിളിക്കാം. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഈസ്റ്റും നോർത്ത് ഈസ്റ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കും പ്രയോറിറ്റി? ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് സൗത്ത് ഈസ്റ്റ് എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് സൗത്ത് വെസ്റ്റ് എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് നോർത്ത് വെസ്റ്റ് എന്ന് വിളിക്കാം. നോക്കൂ, അപ്പോൾ ഇങ്ങനെ നമുക്ക് 16 ബിയറിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഡയറക്ഷനിൽ ഇത്തരം ഡയറക്ഷനുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയും കൂടെ വെക്കുക. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു ചാപ്റ്ററിലേക്ക് പോകണം. നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ മറ്റൊരു പ്രോബ്ലമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അവിടെ നിങ്ങൾ ശക്തമായി പഠിക്കാൻ വേണ്ടി റെഡി ആയിരിക്കണം. പ്രാക്ടിക്കൽസ് നമ്മൾ അങ്ങ് എടുക്കുക. ഓക്കെ, നമ്മളങ്ങ് എടുക്കുക. 40ൽ 40 നിങ്ങൾ വാങ്ങിയിരിക്കും. റെക്കോർഡ് എഴുതിയിട്ടുണ്ടോ എങ്കിൽ ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് നേടുന്നു. അത്ര തന്നെ. കാണാം. ലെറ്റ്സ് സീ അഗൈൻ നെക്സ്റ്റ് വീഡിയോ. യെസ്, സ്റ്റേ ട്യൂൺഡ്. Bye. This is me, Mazin, signing off.